അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. സംസാരം ടിവിയുടെ മറ്റൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു സ്ത്രീ, ഒരു ക്രിസ്ത്യാനിയാണ്. പിന്നെ രാഹുൽ ഈശ്വറിന്റെ ചാനലിലോട്ട് വിളിച്ച് മുസ്ലിം ജനസംഖ്യ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഇവിടെ വർദ്ധിക്കുന്നു എന്നും അതിൽ ആശങ്ക അറിയിക്കാനും വേണ്ടിയിട്ട് രാഹുൽ ഈശ്വരനെ വിളിച്ചാണ്. അതിൽ രാഹുൽ ഈശ്വർ വളരെ രസകരമായിട്ട് അതിന് മറുപടി പറയുന്നുണ്ട്. ആ ഒരു വിഷയം, അവരുടെ ആശങ്കകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവർ ആ വീഡിയോയിനടുക്ക് പറയുന്നുണ്ട്, ആരിഫ് ഹുസൈന്റെ വീഡിയോസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പ്രശ്നക്കാരാണ് എന്നുള്ളത്. അപ്പം അവര് ഇസ്ലാമിനെ കുറിച്ചും മതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയ സോഴ്സ് ഏതാണെന്ന് വ്യക്തമാണ്. അപ്പൊ അത്തരം വിഷയങ്ങളിൽ മുസ്ലിം ജനസംഖ്യ വർധനവ്, ഇവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് വസ്തുത എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ നമ്മൾ ചർച്ചയിൽ ചെയ്യുന്നത്. ഫുആദ് മുഹമ്മദ്, അതോടൊപ്പം തന്നെ ഷാദ് എന്നിവരാണ് ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലുള്ളത്. ഞാൻ ആദ്യമായി നേരിട്ട് തന്നെ രാഹുൽ ഈശ്വറിന്റെ വീഡിയോയിലോട്ട് ഒന്ന് നേരിട്ട് പോവാം. വരുന്ന രാഹുലീശ്വറാണോ? മാഡം പറയണം പ്ലീസ്, കേൾക്കാമോ? പറയണം. അപ്പൊ ഞാൻ താങ്കൾ റിപ്പീറ്റഡായിട്ട് പറയുന്ന കാര്യങ്ങളെ പറ്റി ഒരു വസ്തുത പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. അതായത് താങ്കൾ പറയുന്ന ഈ പോപ്പുലേഷൻ ഗ്രോത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ, മുസ്ലിം പോപ്പുലേഷൻ ഗ്രോത്ത്. അത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും റേറ്റ് ഫെർട്ടിലിറ്റി കുറയുന്ന കൊണ്ടാണ് ഇവർ കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ഇതില് population growth is not based just on the present fertility rate. Okay. ഈ മുമ്പുള്ള തലമുറകളിലെ ഫെർട്ടിലിറ്റി റേറ്റിനെയാണ് കൂടുതൽ ആശ്രയിച്ചിരിക്കുന്നത്. അതായത് ഒരു ബർത്ത് റേറ്റ് ഒരു ഇതുണ്ട്. ബർത്ത് റേറ്റും ഫെർട്ടിലിറ്റി റേറ്റും വേറെ വേറെ കാര്യങ്ങളാണ്. ഫെർട്ടിലിറ്റി റേറ്റ് ഇസ് നമ്പർ ഓഫ് ചിൽഡ്രൻ ബോൺ അലൈവ് പെർ വുമൺ. ഒരു സ്ത്രീക്ക് എത്ര ഒരു ആവറേജ് ഒരു പ്രായത്തിനുള്ളിൽ വരുന്ന ഒരു പ്രായ റേഞ്ചിൽ വരുന്ന സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം, ജീവനോട് ജനിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ് ഫെർട്ടിലിറ്റി റേറ്റ്. ബർത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ 1000 പേരുള്ള പോപ്പുലേഷനിൽ 1000 എത്ര കുട്ടികൾ ജനിക്കുന്നു. ഓക്കെ, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഞാൻ വളരെ സീരിയസ് ആയിട്ട്. അപ്പം ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ മുമ്പുള്ള ഇപ്പം 10-30 കൊല്ലം മുമ്പ്, 30, 20, 40 കൊല്ലം മുമ്പ് ഒക്കെ കൂടുതൽ കുട്ടികൾ ജനിച്ച് ഒരു സമുദായത്തിൽ കൂടുതൽ കുട്ടികൾ ജനിച്ചാൽ ഇപ്പൊ അവരുടെ ഇടയിലെ ചെറുപ്പക്കാരുടെ പ്രൊപ്പോർഷൻ കൂടും. അപ്പൊ ആ പ്രൊപ്പോർഷൻ കൂടിയ പോപ്പുലേഷനിൽ കൂടുതൽ ഇപ്പം ഫെർട്ടിലിറ്റി റേറ്റ് ഒരേപോലെ ആണെങ്കിലും ഇപ്പൊ XYZ 3 കമ്മ്യൂണിറ്റീസ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഒരു കമ്മ്യൂണിറ്റിയിൽ 10% ചെറുപ്പക്കാരെ സ്ത്രീകളുടെ പ്രത്യുത്പാദന ശേഷിയുള്ള സ്ത്രീകളുടെ പ്രൊപ്പോർഷൻ കൂടുതലാണെങ്കിൽ ഒരേ ഫെർട്ടിലിറ്റി റേറ്റിൽ അവരുടെ സമയത്ത് കൂടുതൽ കുട്ടികൾ ഉണ്ടാവില്ലേ? പക്ഷേ മാഡം, ഇത് കഴിഞ്ഞ തലമുറയിലെ നമ്മുടെ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടല്ലേ ഈ തലമുറയിൽ നമുക്ക് കുട്ടികൾ കുറവുണ്ടാവും? അല്ല, കഴിഞ്ഞ തലമുറയിലൊക്കെ ഐഡിയയിലായിരുന്നു. ഒരു 70s ഒക്കെ തൊട്ടാണ് കേരളത്തിലെ കാര്യം ഞാൻ പറയാം. ഇവിടെ 3 കമ്മ്യൂണിറ്റീസ് ശക്തമായിട്ടുണ്ടല്ലോ. കേരളത്തിലൊക്കെ മനുഷ്യർക്ക് കുടുംബങ്ങൾ 6-7 കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ കാലത്ത്. പിന്നെ അത് കുറഞ്ഞ് പിന്നെ മറ്റ് സമുദായങ്ങള് ഫാമിലി പ്ലാനിങ് കുറച്ചും 2-3 ഒക്കെ ആക്കിയപ്പോൾ ഇവരുടെ ഇടയിൽ 5-6 ആണ്. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് കയ്യിലുണ്ട്. നമ്മള് പറത്തി പറയുകയല്ലേ, നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് എടുക്കാം. ഞാൻ പറയുന്നത് 60s, 70s, 80s അവർക്ക് വലിയ കൂടുതൽ കുട്ടികളുണ്ടായി. അപ്പൊ കാസ്കേഡിങ് ഇഫക്റ്റ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു കാര്യം താങ്കൾ പറയുന്നില്ല. അതിന്റെ ഇഫക്റ്റ് ഉണ്ട്. അല്ല, നമ്മുടെ കുട്ടികള് ഞാനപ്പോ ഒരു കോർ ചോദ്യം ചോദിക്കാം. ഹിന്ദുക്കളുടെ ഇന്നത്തെ, അതായത് നമ്മുടെ ഗവൺമെന്റ് എല്ലാ വർഷവും ഇതിന്റെ കണക്ക് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റും ഇന്ത്യൻ ഗവൺമെന്റും ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓർഗനൈസേഷൻ അടക്കം ഇന്റർനെറ്റിലൊക്കെ നോക്കിയാൽ ആ കണക്ക് ഔദ്യോഗിക ഗവൺമെന്റിന്റെ കണക്ക് ലഭ്യമാണ്. ആ ലഭ്യമായ കണക്ക് പ്രകാരം നമ്മൾ ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി റേറ്റ്, ഒരമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികൾ 1.1 മുതൽ 1.3 വരെയാണ്. ഇതിൽ തന്നെ ഇത് മാത്രമേ ഗവൺമെന്റിനെ ഉള്ളൂ. ചെറിയ സാമ്പിളുകൾ പറയുന്നത് അതിൽ തന്നെ നായർ സമൂഹത്തിന്റെയും സവർണ ഹിന്ദു സമൂഹത്തിന്റെയും ഏകദേശം 1.1 റേഞ്ചിലാണ് ഉള്ളത്. ആദിവാസി SC/ST സമൂഹങ്ങളുടെ ഏകദേശം 2 റേഞ്ചിലാണ് ഉള്ളത്. ഈഴവ സമൂഹത്തിന്റെ ഇടയിലാണ് ഉള്ളത്. ഇതാണ് ലഭ്യമായ കണക്കുകൾ. പറഞ്ഞു വരട്ടെ, നോക്ക്. അപ്പൊ ഇതൊരു വലിയ, ഞാൻ പറഞ്ഞ കാസ്കേഡിംഗ് ഇഫക്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് നമുക്കത് ഇല്ല എന്നുള്ള ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ.
സമ്മതിച്ചു. അല്ല, നമുക്കത് ഇല്ല എന്നുള്ളതല്ലേ പ്രശ്നം. മുസ്ലിങ്ങൾക്ക് കൂടുതലാണെന്നുള്ളതല്ലല്ലോ പ്രശ്നം. നമ്മൾ ഹിന്ദുക്കൾക്ക് 2.1 2.3 ഇല്ല എന്നുള്ളതല്ലേ പ്രശ്നം. ഞാൻ പറയട്ടെ അതൊരു പ്രശ്നം നോക്ക്. പിന്നെ ഇപ്പൊ തന്നെ മുസ്ലിങ്ങളുടെ റേറ്റ് 2.1 കൂടുതലാണ്. 2.3 to 2.5. That is normal. അത് ഹൈ അല്ല, അതാണ് നോർമൽ. മാഡം അത് എന്താ പറയുക, അവിടെ തന്നെ പറഞ്ഞു പോയില്ലെങ്കിൽ അല്ല മാഡം, അല്ല 2 to 3 ആണ് നോർമൽ. അതാണ് RSSന്റെ പൂജനീയ സർസംഘചാലക്. അയ്യോ ആണ് മാഡം, ആണ്. അതുകൊണ്ട് അല്ല, ഞാൻ ഒരു വരി കൂടെ പറഞ്ഞിട്ട് മാഡം അതാണ് RSSന്റെ പൂജനീയ സർസംഘചാലക് കഴിഞ്ഞ മാസം കൂടി പറഞ്ഞത്. ഒരു വീട്ടിൽ 2 to 3, കാര്യം 2.3 എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടാവില്ലല്ലോ, 2 അല്ലെങ്കിൽ 3 കുട്ടികൾ ഒരു വീട്ടിൽ വേണം. നമ്മൾ ഹിന്ദുക്കളുടെ ഈ 2.1 ആണ് യഥാർത്ഥ കണക്ക്. പക്ഷെ 2.1 വെച്ചുണ്ടാവില്ലല്ലോ. ആ 0.1 എന്ന് പറയുന്നത് ഒരു ആവറേജ് കണക്ക് മാത്രമല്ലേ. മുസ്ലിങ്ങൾക്ക് വളരെ നോർമലാണ്. അത് 2.3 to 2.5 റേഞ്ചാണ്. ക്രിസ്ത്യാനികൾക്ക് അത് 1.6 ആണ്. ഹിന്ദുക്കൾക്ക് അത് 1.1 ആണ്. ഞാനൊരു ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് പിന്നെ മാഡം പറഞ്ഞോളൂ, ഞാൻ പിന്നെ ഇടപെടുന്നേ ഇല്ല. നമുക്ക് ഒരു നിമിഷത്തേക്ക് മാഡം കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതാം. അതായത് കേരളത്തില് ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിമും ഇല്ല. നമ്മൾ ഹിന്ദുക്കൾ മാത്രം 1,80,00,000 ഹിന്ദുക്കൾ നമ്മൾ മാത്രമേ കേരളത്തിൽ ഈ അവസ്ഥയിലുള്ളൂ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ പോലും ഈ ശരി, അല്ല ഞാനല്ല ഹിന്ദുവിന്റെ ശരി, ഇനി ക്രിസ്ത്യന്റെ കണക്ക് തന്നെ എടുത്തോട്ടെ, ക്രിസ്ത്യാനി എടുത്തോട്ടെ. അല്ല ഞാനങ്ങനല്ല, ഒരു സാമ്പിൾ വെച്ച് പറയാൻ എടുത്തേ ഉള്ളൂ. ഞാനൊരു ഹിന്ദുവായിട്ട് എടുത്ത് പറയാം, എന്നിട്ട് ക്രിസ്ത്യാനിയോട് പറയാം. ഞങ്ങൾ ഹിന്ദുക്കൾ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് തൽക്കാലത്തേക്ക് എടുക്കാം. ഒരു ക്രിസ്ത്യാനി ഒരു മുസ്ലിമും ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത 100 120 വർഷത്തിനകം കേരളം ശൂന്യമാകും, കേരളത്തിൽ ആളില്ലാതാകും. ഇനി ക്രിസ്ത്യാനി എടുക്കാം. നമ്മൾ രണ്ടും ക്രിസ്ത്യാനികളാണെന്ന് അസ്യൂം ചെയ്യാം. നമ്മൾ ക്രിസ്ത്യാനികൾ മാത്രമേ കേരളത്തിലുള്ളൂ, മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നും ഇല്ലാന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു 140 150 വർഷത്തിനുള്ളിൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഇതിനെ ഡെമോഗ്രഫിക് ഇവാപ്പറൈസേഷൻ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ആലങ്കാരികമായി പറഞ്ഞാൽ ജനസംഖ്യ ഉൾസ്ഫോടനം. ഇതാണ് പോപ്പ് ഫ്രാൻസിസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഡെമോഗ്രഫിക് വിന്റർ, ഡെമോഗ്രഫിക് വാക്യൂം. ഇതിലെ കോർ പ്രശ്നം എന്ന് പറഞ്ഞാൽ 70s 80s 90s ആ കാലഘട്ടത്തിൽ നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അമിതമായി ഈ ജനസംഖ്യാ നിയന്ത്രണവും ഫാമിലി പ്ലാനിങ്ങും ഏറ്റെടുത്തു. മുസ്ലിം സമൂഹം അത് വേണ്ട നിലയിൽ ഏറ്റെടുത്തില്ല. ക്രിസ്ത്യൻ സമൂഹത്തിലെ പിതാക്കന്മാരും പാതിരിമാരും ഒക്കെ കുറെയൊക്കെ ബോധവൽക്കരണം നടത്തി. ക്രിസ്ത്യൻ സമൂഹത്തിൽ അതുകൊണ്ടാണ് നമ്മുടെ പല പിതാക്കന്മാരെ 2 3 കുട്ടികളാകട്ടെ ബാക്കിയുള്ളവനെ പള്ളി നോക്കിക്കോളാന്ന് പറയുന്നത്. അപ്പോൾ ഒരു പോളിസി എന്ന നിലയിൽ എല്ലാ വീട്ടിലും മിനിമം 2 കുട്ടികൾ ടു 3 കുട്ടികൾ വേണം എന്ന നിലപാടെടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളം സൗത്ത് കൊറിയയെ പോലെ ജപ്പാനെ പോലെ ഇല്ലാതാകും. നമ്മുടെ കഴിഞ്ഞ തലമുറകൾ ഓവർ പോപ്പുലേഷൻ കാരണമാണ് ഈ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നത്. ഇപ്പം ചൈനയൊക്കെ മാറ്റി മാഡം ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും. എനിക്ക് താങ്കൾ പറഞ്ഞ പോയിന്റ് ഞാൻ വളരെയധികം വായിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിനി പറഞ്ഞോട്ടെ. പ്ലീസ് പ്ലീസ്. അപ്പൊ ഞാൻ പറയാം, താങ്കൾ ഈ മുസ്ലിം ജനസംഖ്യ കൂടുന്നതിൽ കാസ്കേഡിംഗ് ഇഫക്റ്റിന്റെ കാര്യം താങ്കൾ പറയാറേയില്ല. ഇടയ്ക്ക് നിർത്തിയില്ലേ, പിന്നെ പറയാം. എന്തായാലും ഇവരുടെ ആശങ്ക അതാണ്, മുസ്ലിം ജനസംഖ്യ ഭീതിതമായ രൂപത്തിൽ വർദ്ധിക്കുന്നു എന്നും ഹിന്ദു ജനസംഖ്യ കുറയുന്നു എന്നുള്ളതാണ് ഇവരുടെ ആശങ്ക. നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഫെർട്ടിലിറ്റി റേറ്റ് 2.1 ആണ്. അപ്പം കേരളത്തിലെ ജനറൽ ആയിട്ട് ഫെർട്ടിലിറ്റി കുറവാണ്, മുസ്ലിം ജനസംഖ്യ അതിലൊന്നും കൂടുതലല്ല എന്നുള്ളതാണ്. പിന്നെ പക്ഷെ ഇതൊരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി മനഃപൂർവ്വം മുസ്ലിങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ അതിന് മറുപടി പറയണത് എന്താ വെച്ചാൽ അതല്ല, കാരണം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും പല കാരണങ്ങൾ കൊണ്ട്, പല ഫാക്ടേഴ്സ് കൊണ്ട് അവരുടെ ജനസംഖ്യ കുറയാണ് എന്നുള്ളതാണ്. എന്താണ് ഫുആദ് ഇതിനെ കാണാനുള്ളത്? ഒരു മുസ്ലിം ജനസംഖ്യ ആ പേടിപ്പെടുന്ന രൂപത്തിലാണോ കൂടുന്നത്? ഇതിലെന്താ ഒന്നാമതായി പറയാനുള്ള എന്താ അറിയാം, ഇപ്പോ ചില ആൾക്കാർ പറയാറുണ്ട് ഇതാ മുസ്ലിം മുഖ്യമന്ത്രി വരുന്നു, അല്ലെങ്കിൽ അത് 5ാം മന്ത്രി വരുന്നു, ഇതൊക്കെ പറയാറുണ്ട്. എന്താ വന്നാലെന്താ, മുസ്ലിം മുഖ്യമന്ത്രി വന്നാലെന്താ? ഇവിടെ ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ഈഴവ സമുദായത്തിൽ നിന്ന് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്, നമ്പൂതിരി സമുദായത്തിൽ നിന്നാണ് ഇവിടുത്തെ ആദ്യത്തെ മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിട്ടുള്ളത്, പല സമുദായങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായാലും എന്താ കുഴപ്പം? ഒരു മുസ്ലിം മുഖ്യമന്ത്രി 19 ദിവസം ഭരിച്ചിട്ടുണ്ട്, വേറെ വിഷയം. അപ്പൊ ഇതുപോലെയാണ് ഇവരുടെ സംസാരം എപ്പോഴും ഉണ്ടാവുക. മുസ്ലിം ഫെർട്ടിലിറ്റി റേറ്റ് സെയിം ആണെന്നാണ് സ്റ്റാറ്റി പറയുന്നത്. ഓക്കെ, അതവിടെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വർദ്ധിച്ചാൽ എന്താ കുഴപ്പം? ഇവിടെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലുള്ള ജനവിഭാഗങ്ങളുമായിട്ട് ഒരേപോലെ വർത്തിക്കുകയും അവരുമായിട്ടൊക്കെ സാഹോദര്യത്തിൽ പോകുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം, എല്ലാ കാലത്തെയും പോലെ തന്നെ.
ആ മുസ്ലിം സമുദായത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടിയാലോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ അടുത്ത ജനറേഷനിൽ വർധന വന്നാലോ എന്താണ് കുഴപ്പം? സത്യത്തിൽ ഭീകരമായ എന്തെങ്കിലും കുഴപ്പം അതിൽ ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആദ്യം ചൂണ്ടിക്കാണിക്കണം. കാരണം നമ്മൾ ഇത് സെയിം ആണെന്ന് സ്ഥാപിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിയുള്ള സമുദായങ്ങൾക്ക് ഇല്ലാത്ത എന്തെങ്കിലും പ്രശ്നം മുസ്ലിം സമുദായത്തിനുണ്ടോ? ഇതാണ് ആദ്യം അവർ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം. കാരണം മുസ്ലിം സമുദായത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് കൂടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് സാമൂഹികമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും ഈ ഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമുദായത്തിന്റെ എന്നല്ല, ഒരു ജനവിഭാഗത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അവർക്ക് കൂടുതൽ കുട്ടികളുണ്ടാവും, സ്വാഭാവികതയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാവും. അതാണോ ഇവരുടെ എക്കണോമിക് ഗ്രോത്ത്? അതിന് ചിലപ്പോൾ അതിന് കാരണമായിരിക്കാം. അതേപോലെ തന്നെ വേറെ ഒരുപാട് ഈ മാൻ പവർ കൂടുന്നതിലൂടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും. അതൊന്നും തന്നെ ബാക്കിയുള്ള സമുദായങ്ങൾക്ക് ഹാനികരമായിട്ട് വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമില്ല, നമ്മൾക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്. നമ്മള് പണ്ടൊരാള് ഒരു ഗ്രൂപ്പ് ചർച്ച ഇങ്ങനെ പറഞ്ഞു കേട്ട്, അതായത് ഈ എന്താണ് കർത്താവിന്റെ മണവാട്ടികൾ എന്നല്ലേ അവരെന്നെ പറയുന്നത് അല്ലേ? ആ രീതിയിൽ ഒരു വലിയ സംഘം പോപ്പുലേഷന് ക്രിസ്ത്യൻ ജനതയിൽ നിന്ന് പോകുന്നുണ്ട്. മണവാട്ടികളായിട്ടും പോകുന്നുണ്ട്, പിന്നെ ഫാദർമാരായിട്ടും വേറെയും പോകുന്നുണ്ട്. അത് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ. ഹൈന്ദവ സമൂഹത്തിന്റെ ജാതകം നോക്കി, ദോഷം നോക്കി, അത് നോക്കി വേറെ കുറെ സ്ത്രീകൾ കല്യാണം ലേറ്റ് ആവുന്നു, പ്രസവം ലേറ്റ് ആവുന്നു. ഈ ഒരു കാര്യം മാത്രം അവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുണ്ടാവുന്ന ഈ ഒരു വിഷയങ്ങൾ പ്രശ്നമാണെന്ന് ഞാൻ ഒരിക്കലും പറയൂല, അവരുടെ സ്വാതന്ത്ര്യം. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. 10 സ്ത്രീകൾ മുസ്ലിം സമൂഹത്തിൽ, 10 സ്ത്രീകൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ, 10 സ്ത്രീകൾ ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടെന്ന് വിചാരിക്കാം. മുസ്ലിം സ്ത്രീകൾ 10 കല്യാണം കഴിക്കുന്നു. ക്രിസ്ത്യൻ സമൂഹത്തിൽ 5 ഈ ഇതായി പോയി, ഏത് എന്താ പറയണ്ട, മണവാട്ടികളാകാൻ പോയി. ബാക്കി 5 ഇവിടെ ഉള്ളൂ. ഹൈന്ദവ സ്ത്രീകളിൽ ജാതകം നോക്കിയിട്ട് 5 പോയി കഴിഞ്ഞാൽ ബാക്കി 5 ഉള്ളൂ. ഈ 10 സ്ത്രീകൾ ഒരാൾ പ്രസവിച്ചാൽ 10 ക്രിസ്ത്യൻ സമൂഹം ഒരാൾ പ്രസവിച്ചാൽ 5 അപ്പൊ അതിന് ബേസിക് സിമ്പിൾ ലോജിക് ഉപയോഗിക്കാതെ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു സംശയമാണ്, ഇത് ചിലപ്പോ എന്താ പറയണ്ട, ഇവര് ഈ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിനെ പറ്റി കേൾക്കുമ്പോൾ പേടിയാവുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആരിഫിനെ പോലത്തെ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും ഇസ്ലാമിനെ പറ്റി ഇവർ അറിയുന്നുണ്ടാവുക. അതിന്റെ ഒരു ഇമ്പാക്റ്റും ചിന്താശേഷി ഉപയോഗിക്കാത്തൊരു കാരണമായിട്ടാണ് ഈ പേടി. ഇപ്പൊ ഫുആദ് നേരത്തെ ചോദിച്ച പോലെ കൂടിയാൽ എന്താണ്, അതിന്റെ ഉത്തരമാണ് ആരിഫിന്റെ പോലത്തെ വീഡിയോ. എന്തുകൊണ്ട് കൂടുന്നു അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞ വീഡിയോ, ഞാൻ പറഞ്ഞ കാര്യം. എന്താണ് വിഷയം? ഇത് ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കൊണ്ട് പോകുന്നു. എല്ലാവരും കല്യാണം കഴിപ്പിക്കുക, എന്നിട്ട് നോക്കും നിങ്ങൾ ഏതാണ് കൂടുതൽ എന്നുള്ളത്. അവിടെ തീരുന്ന പ്രശ്നം മാത്രമേ ഇത് എന്താ പറയണ്ടേ, വെറുപ്പും ചിന്താശേഷി പണയം വെച്ചൊരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ ഇതിന് ഈ ഒരു എന്താ പറയണ്ടേ വ്യഗ്രതയ്ക്ക് കാരണം ഇതാണെന്നാണ് എന്റെ അഭിപ്രായം. അല്ല, തീർച്ചയായിട്ടും ആ വീഡിയോ തന്നെ ആ ലേഡി പറയുന്നുണ്ട്. ഞാൻ ആരിഫ് ഹുസൈന്റെ വീഡിയോ കേട്ടിട്ടുണ്ട്, അതിൽ കൃത്യമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അവരുടെ സോഴ്സ് ഓഫ് നോളജ് ആരിഫ് ഹുസൈൻ ആണ്. അപ്പം ജീവിതത്തിൽ ഒരിക്കൽ പോലും സത്യം പറയാത്ത, നുണ മാത്രം പറയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അത്രത്തോളം ഉണ്ടാവും എന്നാണ് ഇതിൽ നമുക്ക് സത്യം പറയാത്ത നുണ പറയുന്നതല്ല, നുണ പറയുമെന്ന് സ്വയം അഭിമാനത്തോടെ പറഞ്ഞ വ്യക്തി. അതെ അതെ എടുത്തെടുത്ത് പറയുന്ന വ്യക്തിയാണ് ആരിഫ് ഹുസൈൻ. അപ്പൊ ആ വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളെങ്കിൽ അതിന്റെ ആ നോളജിന്റെ ഉറവിടം തന്നെ ലൊയീഫാണ്. അല്ലെങ്കിൽ ലൊയീഫൊന്നും പറയാൻ പറ്റില്ല. ലൊയീഫായിട്ടുള്ള ഒരു കാര്യം, ഒരു ദുർബലമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബലമില്ലാത്തത് കൊണ്ടാണ് ദുർബലമാവുന്നത്. ഇത് മഅ്ലൂറാണ്, കെട്ടിച്ചമക്കപ്പെട്ടിട്ടുള്ള ഒരു സോഴ്സാണ് അതുള്ളത്. അപ്പൊ ആ സോഴ്സിൽ നിന്നൊക്കെയാണ് അത് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ സോഴ്സിന്റെ കുഴപ്പമാണ്. പിന്നെ ഇതിനിപ്പോ ശരിയാണെന്ന് വിചാരിച്ചോ, അപ്പോഴും നമ്മുടെ ചോദ്യം ഇതാണ്, ശരിയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം പോപ്പുലേഷൻ ക്രമാതീതമായി ഉയരുന്നുണ്ട് തന്നെ കൂട്ടിക്കോ. കൂടുതലായിട്ടുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ളത് പോപ്പുലേഷൻ വർദ്ധിക്കുന്നത് സമൂഹത്തിന് ഗുണകരമായിട്ടേ ബാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ചൈനയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ വേറെ പല അത് ക്രിയാത്മകമായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയാണ് ഏറ്റവും വലിയ പോപ്പുലേഷൻ, ഗ്ലോബൽ പോപ്പുലേഷൻ. അതിനെ നമുക്കൊരു വിൽപ്പന ചരക്കാക്കി ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതില് വേർഡ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യണ്ട. അതിനെ നമുക്ക് നല്ല രീതിയിൽ വാണിജ്യപരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
പിന്നെ അതേപോലെ തന്നെ വ്യാവസായിക കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ അതിനെ കൊണ്ട് സാധിക്കും. പല ഉപയോഗങ്ങളും നമുക്ക് എന്തുണ്ട്, നമ്മുടെ മാൻ പവർ കൂടുന്നതിലൂടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഇവർ കാണുന്ന പ്രശ്നം എന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ കൂടിയാൽ അതിലുള്ള പ്രശ്നം എന്താ? ഒരു പോപ്പുലേഷൻ കൂടിയാണെങ്കിൽ നല്ലതല്ലേ? അങ്ങനെ എടുത്തൂടെ? അല്ല, നിങ്ങൾ കൂട്ടിക്കോ, നിങ്ങളോട് ആരെങ്കിലും കൂട്ടണ്ടെന്ന് പറഞ്ഞാ? അതെ, അത് വേറെ വിഷയം. നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, ക്രൈസ്തവരോടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹിന്ദുക്കളോടോ പറഞ്ഞിട്ടില്ല നിങ്ങൾ അവിടെ പോയി മൈക്ക് കെട്ടിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്നില്ല ഹിന്ദു പോപ്പുലേഷൻ കൂടുന്നു. നമുക്കറിയാം ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ളത്. നിങ്ങൾ ആ രീതിയിലുള്ള ഒരു സംസാരം നമ്മൾ നടത്തിയിട്ടില്ല. അപ്പോ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലുള്ള ഹിന്ദു പോപ്പുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു 10% 20% ആയിരിക്കും ഉണ്ടാവുക അല്ലെ, ഇപ്പോഴത്തെ പോപ്പുലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഒരു 80% വളർച്ച എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 60% വളർച്ചയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. ഇത് ക്രമാതീതമായി വരുന്നു അല്ലെങ്കിൽ ഹിന്ദു പോപ്പുലേഷൻ കൂടുന്നു എന്നുള്ളത് ഏതെങ്കിലും മുസ്ലിം സംഘടനയോ അല്ലെങ്കിൽ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഉന്നയിച്ചതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ഉണ്ടോ? ആരെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ചു. എന്നോട് ഇപ്പൊ ആരോ പറഞ്ഞു, ഇപ്പൊ ഞാൻ വേറെ രാജ്യത്താണുള്ളത്, എന്നോട് ആരോ പറഞ്ഞെന്ന് വിചാരിക്കാം, ഇവിടെ ക്രിസ്ത്യൻസ് കുറച്ച് കൂടുതലാട്ടോ. അപ്പൊ എന്റെ റിപ്ലൈ എന്താണ്? ഓ അങ്ങനെയാണോ, അല്ല തീർന്നു, അവിടെ ഉള്ളൂ. ജസ്റ്റ് ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലാതെ ഇതിൽ കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഇതൊന്നും ബാധിക്കൂല. ഞാൻ സീരിയസ് ആയിട്ട് പറയണു. ഇതില് പല ഫാക്ടേഴ്സ് ഉണ്ട്. നേരത്തെ ഫുആദ് പറഞ്ഞ പോലെ, ഒരു മിനിറ്റ്, ഫുആദ് പറഞ്ഞ പോലെ ഞാൻ കേൾക്കാനല്ലേ ഞാൻ പറയുന്നത്? ഓക്കെ. പിന്നെ ഡയറക്ട്ലി ലിങ്ക് ടു പിന്നെ എക്കണോമി, അതിന്റെ രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയും പോപ്പുലേഷനായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടേം നമുക്ക് ഗൂഗിൾ ചെയ്താൽ പറയാൻ പറ്റും, സ്ട്രിംഗ്നോമിക്സ് എന്ന് പറയുന്ന ഒരു ടേം നേരത്തെ ഫുആദ് പറഞ്ഞുകൂടെ ആഡ് ചെയ്ത് പറയാനുള്ളതാണ്. അതായത് ചൈനയും ജപ്പാനും പിന്നെ അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് അവർ കണ്ടത് സ്ട്രിംഗ്നോമിക്സ് ആണ്. അതായത് പോപ്പുലേഷൻ കുറയുന്നതിനനുസരിച്ച് അവരുടെ എക്കണോമി താഴോട്ട് പോകുന്ന ഒരു വലിയൊരു പ്രതിഭാസം. അതായത് ജപ്പാനിലൊക്കെ അറൌണ്ട് 30% ഏജ്ഡ് ആളുകൾ, 65 എബോ ആളുകളാണ്. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് അവർ കാണുന്നത്. കാരണം ഈ 65 ആയിട്ടുള്ള ആളുകളെ അവർക്ക് ഗവൺമെന്റിന് അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്കുള്ള സർവീസ്, അവർക്കുള്ള പെൻഷന്, അവർക്കുള്ള മെഡിക്കൽ എല്ലാ ബെനിഫിറ്റും ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കുകയും, പക്ഷെ ഒരു പ്രൊഡക്റ്റീവായിട്ട് അവരുടെ അടുത്തുനിന്ന് ഒന്നും നാടിന് ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അവിടെ ചെറുപ്പക്കാരുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോൾ രാജ്യം പുറകോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ട്രെങ്കണോമിക്സ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ അവർ ഉപയോഗിച്ചത്. അതുപോലെ ചൈന, എനിക്കൊന്ന് 2010 വരെ അവർക്ക് 1 ചൈൽഡ് പോളിസി ആയിരുന്നു. 2010 ശേഷം അവർ 2 ചൈൽഡ് പോളിസി ആക്കി, 16 3 ചൈൽഡ് പോളിസി ആക്കി. എന്നിട്ടും ചൈന ഗവൺമെന്റ് ഭയങ്കര ആശങ്കയിലാണ്. കാരണം അവിടുത്തെ പോപ്പുലേഷൻ കുറയുകയും തങ്ങളുടെ സാമ്പത്തിക രംഗത്തെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുള്ളത്. അപ്പൊ ഇത് ഡയറക്ട്ലി ലിങ്ക് ടു ഒരു രാജ്യത്തെ എക്കണോമി. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അങ്ങനെ കൽപ്പിച്ചത്, നിങ്ങൾ ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത് എന്നും ഇതൊക്കെ തരുന്ന അള്ളാഹു ആണ് എന്നുള്ള ഒരു വലിയൊരു പാഠം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, എങ്ങനെ പോപ്പുലേഷൻ കൂടുക, ഒരു കുടുംബത്തില് ഭാര്യക്കും ഭർത്താവിനും കൂടുതൽ മക്കൾ ഉണ്ടാവണം, അവിടെ ഒരു സുഭദ്രമായ കുടുംബ സംവിധാനം ഉണ്ടാവണം. ചേർച്ചയുള്ള ഒരു ഭദ്രമായ കുടുംബ സംവിധാനത്തിലാണ് ഇതൊക്കെ നടക്കും. ഇതില്ലാതെ കുടുംബ സംവിധാനത്തെ പാടെ തകർത്ത് പിന്നെ ഫെമിനിസവും അതേപോലെ ലിബറലിസവും ഒക്കെ വന്ന് പിന്നെ അവിടെ പിന്നെ മറ്റു മയക്കുമരുന്നിന്റെയും മറ്റു ലഹരിയുടെയും അതോടൊപ്പം മ്യൂസിക്കിന്റെയും അതോടൊപ്പം തന്നെ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു സെലിബ്രിറ്റി കൾച്ചറുമായി വരുമ്പോൾ അവിടെ കുടുംബങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം വളരുകയും അവിടെ ആ ഒരു നിലക്കുള്ള ഇന്റിമസി ഇല്ലാതാവുകയും അത് ഭാര്യ കൂടുതൽ പ്രസവിക്കുന്നതിനൊക്കെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കുടുംബ സംവിധാനം എന്ന് വെച്ചാൽ അത് ഒരു പിന്നെ കുടുംബത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന അവിടെ ഒരു നാഥൻ, പുരുഷനെ നാഥനായിക്കൊണ്ട് തന്നെ കുടുംബത്തിന് ആവശ്യമായ എല്ലാം ചെയ്തു കൊടുക്കേണ്ട വലിയൊരു ഭാര്യ ചിത്രാവത്വം തലയിൽ വെക്കുന്നുള്ള ഒരു കുടുംബ സംവിധാനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ കുടുംബ സംവിധാനം സുഭദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല കൂടുതൽ കുട്ടികൾ ഉണ്ടാവുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും ഒരു രാജ്യം പിടിച്ചടക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ആളുകളെ ഇല്ലാതാക്കാനുള്ള ഒന്നല്ല. മുസ്ലിം ഭൂരിപക്ഷമായ രാജ്യങ്ങൾ എടുത്തു നോക്കൂ. ലോകത്ത് 50-60ഓളം രാജ്യങ്ങൾ മുസ്ലിം ഭൂരിപക്ഷമാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ട്. ഇവർ ചൂണ്ടിക്കാണിക്കുന്ന 2, 3, 4 രാജ്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കുന്ന ആരാ, അത് പരിശോധിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന UAE അടക്കമുള്ള സൗദി, ഖത്തർ, കുവൈത്ത് അടക്കമുള്ള രാജ്യങ്ങൾ നോക്കൂ. മുസ്ലിം ഭൂരിപക്ഷം 90%, 80% മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളാണ്. അവിടെ ലോകത്തെ വലിയൊരു വിഭാഗം ആളുകൾ ആശ്രയിക്കുന്ന രാജ്യത്തെയാണ്.
മുസ്ലിം ഭൂരിപക്ഷമായാലും എന്താ കുഴപ്പം? നേരത്തെ ഫാദർ ചോദിച്ച പോലെ മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായാലും എന്താ കുഴപ്പം? അതുപോലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം ഉണ്ടായാലും എന്താ കുഴപ്പം? ശരിയായ ഇസ്ലാമും മുസ്ലിങ്ങളാണെങ്കിൽ ഇത് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്ത് കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇപ്പൊ ഞാൻ ഈ റീസെന്റ് ഒരു വീഡിയോ കണ്ടു, ഒരു 10 സ്ത്രീകൾ യൂറോപ്യൻ സ്ത്രീകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത സ്ത്രീകൾ. അവർ പറയുന്നത് മുസ്ലിം ആയതിനു ശേഷമാണ് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എന്നാണ്. അതുവരെ ഞാൻ പലതിൻ്റെയും അടിമയായിരുന്നു. ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം, എൻ്റെ മേക്കപ്പ് എങ്ങനെ ആവണം, എൻ്റെ ലിപ്സ്റ്റിക് എങ്ങനെ ആവണം എന്നൊക്കെ ഞാൻ മറ്റൊരാളെ അനുകരിച്ച് അവരുടെ അടിമയായി ജീവിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നാണ് മുസ്ലിം സ്ത്രീകൾ, പുതുതായിട്ടും ഇസ്ലാം സ്വീകരിച്ച സ്ത്രീകൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് വെക്കുന്ന ഒരു ഇസ്ലാം സ്വാഭാവികമായിട്ടും പിന്നെ ആ നിലയ്ക്കുള്ള ഒരു നാടിന്റെയും സമൂഹത്തിനും ഒക്കെ ഗുണകരമായ രീതിയിലുള്ള ഒരു ജനസംഖ്യ ആ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള സംവിധാനം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇതില് പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അങ്ങ് എല്ലാം പിടിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു വലിയ ആശങ്ക, ഭീതി ജനങ്ങളിലേക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കുക. എന്നിട്ട് അതിലൂടെ ഒരു എങ്ങനെയെങ്കിലും കലക്കി എന്തെങ്കിലും പിടിക്കാൻ പറ്റും. ഇത് പ്രധാനപ്പെട്ട ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളടക്കം ചെയ്യുന്ന കാര്യമാണ്. കാരണം മുസ്ലിം പോപ്പുലേഷൻ ഇവിടെ ക്രമാതീതമായി ഉയരുന്നു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഈ 5ാം മന്ത്രി വിവാദം നമുക്കറിയാം. ഇതാ മന്ത്രിസഭ മൊത്തത്തിൽ അങ്ങ് പിടിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടാക്കിയത് അതുപോലത്തെ അതേ മന്ത്രി തന്നെയാണ്. അത് പിന്നീട് ആ ആളുകൾ തന്നെ അത് വീണ്ടും വീണ്ടും ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക, അത് ഇരിക്കുകയും ചെയ്തു. ഇതൊക്കെ വാസ്തവത്തിൽ വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. സത്യത്തിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യ ഒരു എക്സാമ്പിളാണ്. ഇനിയിപ്പോ ഖിലാഫത്തുള്ള രാജ്യങ്ങൾ നോക്കുക. ഇപ്പൊ ഖിലാഫത്ത് ഉണ്ടായിരുന്ന സ്ഥലമാണ് സിറിയ എന്ന് പറയുന്നത്. സിറിയയിൽ അന്ത്യോക്യയിൽ എന്തുണ്ട്? അന്ത്യോക്യയിലാണ് അന്ത്യോക്യൻ ക്രിസ്ത്യാനികളുടെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം അതാണ്. അതിന്റെ പാത്രിയാർക്കി അംഗീകരിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. വലിയൊരു ശതമാനം ക്രൈസ്തവര് സിറിയൻ ക്രൈസ്തവരാണ്. അവര് ഇപ്പൊ കാത്തലിക്സ് ആയിട്ടുള്ള ക്രൈസ്തവരടക്കം മുമ്പ് സിറിയൻ ക്രൈസ്തവരായിരുന്നു. പിന്നീട് ഇവിടേക്ക് ഈ പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചും ബാക്കിയുള്ള ചർച്ചുകളൊക്കെ വന്നതിന് ശേഷം, ബ്രിട്ടീഷുകാരുടെ ഒക്കെ വരവിന് ശേഷമാണ് ഇവിടെ ഓർത്തഡോക്സ് കാത്തലിക് വൽക്കരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതിനുള്ള മുമ്പുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ ആളുകളായിക്കോട്ടെ അവര് മുസ്ലിങ്ങളുമായിട്ട് നല്ല രീതിയിലുള്ള സഹവർത്തിത്വത്തിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിൻകാലഘട്ടത്തിൽ ഇപ്പൊ കുരിശ് പോരാളികൾ വന്ന സമയത്ത് അവര് മുസ്ലിങ്ങളോടൊപ്പം നിന്നിട്ട് കുരിശ് പോരാളികളോടൊക്കെതിരെ യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അലക്സാണ്ട്രിയ ഈജിപ്തിലും ഇതേ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭരിക്കുന്നതിനേക്കാൾ, അതായത് സ്വന്തം മതക്കാരാണെന്ന് പറയുന്ന പക്ഷെ അവര് ഹെറസിയായിട്ട് പാഷാണ്ഡതയായിട്ട് കാണുന്ന, നമ്മുടെ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബിദ്അത്തായിട്ട് കാണുന്ന ഈ പറഞ്ഞ കാത്തോലിക്കർ കാണുന്ന ഈ പറഞ്ഞ അലക്സാണ്ട്രിയൻ ചർച്ചോ അല്ലെങ്കിൽ അന്ത്യോക്യൻ ചർച്ച്, രണ്ടോ ഓർത്തഡോക്സി ചർച്ചകളാണ്. അതിന്റെ മേലെ അവർക്ക് ആധിപത്യം വരികയാണെങ്കിൽ അവർക്ക് വേണ്ട മതസ്വാതന്ത്ര്യവും അവർക്ക് വേണ്ട പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യവും ഒന്നും കിട്ടില്ല. മുസ്ലിങ്ങൾ അവിടെ അധികാരത്തിലുണ്ടെങ്കിൽ മാത്രമേ അത് ലഭിക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇവിടെ മുസ്ലിങ്ങളുടെ ആധിപത്യം വരണം എന്നുള്ളതല്ല. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ആധിപത്യം ഉള്ള സ്ഥലത്ത് പോലും ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഒരു വേള ഈ പറഞ്ഞ മുസ്ലിം സ്പെയിനിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുകയും അവർ പൂർണ്ണമായിട്ട് അവിടുന്ന് പിരിഞ്ഞ് മൊറോക്കോയുടെ ഭാഗത്തേക്ക്, മഗ്രിബിന്റെ ഭാഗത്തേക്ക് ചുരുങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇന്നും അവൈലബിൾ ആയ പുസ്തകങ്ങളുണ്ട്. അവിടുത്തെ സ്വന്തം നേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന യഹൂദ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ, ജുദയ ക്രിസ്ത്യൻസ് എഴുതിയിട്ടുള്ള അവരുടെ പുസ്തകങ്ങളുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ കത്തോലിക് സഭയുടെ ഭരണത്തെക്കാൾ എത്രയോ നന്നായിരുന്നു ഖിലാഫത്ത് എന്നുള്ളത്, മുഹമ്മദ് രുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഖിലാഫത്ത് ഭരണം എന്നുള്ളത്. അപ്പോൾ മുസ്ലിങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഇവരോട് വളരെ സൗമ്യമായിട്ട് വളരെ നല്ല രീതിയിലാണ് എല്ലാ രീതിയിലുള്ള ആളുകളോടും ആമലാത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, കൊടുക്കൽ വാങ്ങലുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും വളരെ നന്നായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ എടുക്കുക. ഇപ്പൊ സിറിയയിൽ ഈ കാലഘട്ടം വരെ പ്രശ്നം ഉണ്ടായിരുന്നു. ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ടല്ലാതെ ഒരു രീതിയിലുള്ള പ്രശ്നം മുസ്ലിം ദൗലകളിലോ ബിലാദിലോ ഒരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല, നാടുകളിൽ ഉണ്ടായിട്ടില്ല. ഉദാഹരണമാണ് സിറിയയിൽ റഷ്യ വന്ന് ഇടപെട്ടത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇനി
അതേപോലെ തന്നെ ഇറാഖ് ഇൻവൈഡ് ചെയ്യപ്പെട്ടതാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ദായിഷും ബാക്കിയുള്ള വിഷയങ്ങളിലൊക്കെ അതിൽ ഇൻവൈഡ് ചെയ്ത ആൾക്കാർക്ക് പ്രശ്നമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം ഉണ്ടായത് ഇൻവൈഡ് ആയതുകൊണ്ടാണ്. അതേപോലെ തന്നെ ലിബിയ, ഈ രാജ്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്? മുസ്ലിം നാടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആരോപിക്കുന്നവർ ആ പ്രശ്നം ഉണ്ടായതൊക്കെ പുറമേക്കുള്ള ബാഹ്യമായ ശക്തികളുടെ ഇത് കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇപ്പൊ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു 0% ആണ് ക്രിമിനൽ റേറ്റ്. അവിടെ 100%. ആൻഡമാനിൽ ലക്ഷദ്വീപല്ലേ? ലക്ഷദ്വീപ് എനിക്ക് സാറുണ്ട്. അപ്പൊ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്ക് യഥാർത്ഥ ഡാറ്റ നമ്മുടെ മുമ്പിൽ വരികയാണ്, അല്ലെങ്കിൽ യഥാർത്ഥ ചരിത്രം നമ്മൾ തുറന്ന മനസ്സോടെ വായിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ആരാണെന്നും എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അതല്ലാതെ ഏതെങ്കിലും കോമഡി യൂട്യൂബ് സ്റ്റാർസിനെ കണ്ടിട്ട് അതാണ് ഇസ്ലാം എന്നോ അല്ലെങ്കിൽ ക്രമാതീതമായി മുസ്ലിങ്ങളുടെ വളർന്നു അതാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഫോദെ ഇവര് പിന്നെ പറയുന്നുണ്ട്, ഞാൻ ആരിഫ് ഹുസൈന്റെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടത്. തീർച്ചയായിട്ടും ആരിഫ് ഹുസൈന്റെ അടുത്ത് നിന്ന് ഇസ്ലാം മനസ്സിലാക്കിയാൽ ഇങ്ങനെ മനസ്സിലാക്കുള്ളൂ, മുസ്ലിങ്ങൾ വളർന്നു വന്ന പ്രശ്നമാണെന്നേ മനസ്സിലാക്കുള്ളൂ. അതായത് സത്യസന്ധമായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോദ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ ഈ അടുത്ത് നടന്ന US നടന്ന അഭിലാഷ് അതേപോലെ ടോമി സെബാസ്റ്റ്യൻ SN സംവാദത്തില് വംശഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് അതിൽ അഭിലാഷ് പറയുന്നുണ്ട്, ജൂതന്മാർ ഏതെങ്കിലും കാലത്ത് സമാധാനത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം ഭരണത്തിന് കീഴിൽ മാത്രമാണ്. അതുവരെ ലോകത്ത് സമാനാന്തരങ്ങളില്ലാത്ത ക്രൂരത ജൂതന്മാർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു ആശ്വാസം കണ്ടെത്തിയത് മുസ്ലിം ഭരണാധികാരികളുടെ കീഴിലാണ്. മുസ്ലിങ്ങൾ വർദ്ധിച്ചാൽ ഇതാണ്, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും സമാധാനം കിട്ടും. പക്ഷെ ഇസ്ലാം സമാധാനത്തിന്റെ പ്രധാനപ്പെട്ട ജൂതന്മാര് ക്ലാസിക്കായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിം സ്പെയിനിന്റെ കാലഘട്ടത്തിലാണ്. എല്ലാം അവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് അപ്പോഴാണ് സമാധാനമായി ചെയ്യാനും എഴുതാനൊക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. ഇപ്പത്തെ അവസ്ഥ നോക്ക്, അവരെ ഭരിക്കുന്നത് ഒരു ജൂതനാണ്, നെതന്യാഹു എന്ന് പറഞ്ഞാൽ. അവൻ വന്നതിന് ശേഷം മര്യാദയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, ഓടിയല്ലേ, പ്രശ്നങ്ങളല്ലേ. അതെ 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 ഇത് പിന്നെ ഇതിപ്പം കേരളത്തില് ഇപ്പൊ ഈ സ്ത്രീ ഒരു വളരെ നിഷ്കളങ്കായ സ്ത്രീയാണെന്ന് മനസ്സിലാക്കുന്നത്. ഈ ആരിഫ് ഹുസൈനെ പോലുള്ള സംഘപരിവാർ സ്പോൺസേഡ് പ്രോക്സി ആളുകളെ വെച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഇപ്പൊ ഞാൻ ചോദിക്കാറുണ്ട്, ഇവര് നിരന്തരം പറയുന്ന ഒരു സംഗതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്, മതം വിട്ടവനെ കൊല്ലാൻ പറയുന്നു. ഒരു തെറ്റിദ്ധാരണ പല രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പൊ ലവ് ജിഹാദ് ഒരു തെറ്റിദ്ധാരണ അവതരിപ്പിക്കാറുണ്ട്. മതം വിട്ടവനെ കൊല്ലാൻ ഇസ്ലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രചരണം നടത്താറുണ്ട്. അപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ മതം വിട്ടിട്ട് കൊന്നത് ആരാണെന്ന് ഒരു പരിശോധന നടത്തിയാൽ കേരളത്തിൽ മതം മാറിയതിന്റെ പേരിൽ കൊന്നത്, അത് കൊടിഞ്ഞി യാസീറിന്റെ അടുത്ത് പരിശോധിച്ചാലും തിരൂര് യാസീറിന്റെ അടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതൊക്കെ ചെയ്ത് ആരാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും ഇത്തരം പ്രചരണങ്ങൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആളുകൾ ചിന്തിക്കാതെ ഇത്തരം ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് ഇത് കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര പ്രശ്നമായി തോന്നും. ഇപ്പം വെള്ളാപ്പള്ളി നടേശനൊക്കെ അടക്കമുള്ള ആളുകളുള്ള പ്രസ്താവനകൾ ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഒരു സോഷ്യൽ ഫാബ്രിക്കിനെ തകർത്ത് തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കണം, അതിന് മുസ്ലിങ്ങളെ പ്രശ്നക്കാരെ ചിത്രീകരിക്കണം, അതിനു വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങളാണ്. അതിനെ മുൻകൂട്ടി കണ്ടാൽ അത് നമ്മളെ നാടിനും നാട്ടാർക്കും എല്ലാവർക്കും നല്ലതാണ് എന്നുള്ളതാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ആശങ്കകളൊന്നുമില്ല. കാരണം ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. കയറി വന്നാൽ ഞങ്ങളെ മുസ്ലിങ്ങളെ തുറങ്കിലടയ്ക്കും, അല്ലെങ്കിൽ ഇത്തരം വിദ്വേഷ പ്രചരണം കൂടി മുസ്ലിങ്ങളെ കൊല്ലും. അങ്ങനെ ഒരു മുസ്ലിം അതിന്റെ പേരിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അത് രക്തസാക്ഷിത്വം തുല്യമായി കണക്കാക്കുകയും അത് സ്വർഗപ്രവേശത്തിന് കാരണമാകും എന്ന് പറഞ്ഞ് ആശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഈ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഈ ഒരു പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ മുസ്ലിങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് എന്നും ആശങ്കയായി പേടിയോടുകൂടി ജീവിക്കുന്ന ഒരു ഗതികേട് നിങ്ങൾക്ക് മാത്രമാണ് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഷാദ അടയാണ്ടോ? ഫുആദ് അല്ലെ, തൊട്ടടുത്തിരിക്കുന്ന ആളെ ഒരു ഭയത്തോടെ കാണാൻ മാത്രമേ ഈ പറഞ്ഞ അപ്പുറത്തെ മനുഷ്യന്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊന്നും ആലോചിക്കുന്നേ ഉണ്ടാവില്ല. അവന് ഇന്നത്തെ കാര്യം എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഇന്നത്തെ ജോലി എങ്ങനെ തീർക്കണം, അല്ലെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ആലോചിക്കുക. ആ മനുഷ്യന് വെറുപ്പോടെയും ഭീതിയോടെയും കാണുന്ന ഒരു ജനവിഭാഗത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമേ വരെ കൊണ്ട് പറ്റിയിട്ടുള്ളൂ, ഈ പ്രോക്സി വാർ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ കാര്യങ്ങൾ ബുദ്ധിയുള്ള ആളുകൾ, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ടുള്ള കാര്യം. പിന്നെയും ജനങ്ങൾ ഇതിലേക്ക് വീഴുന്നു, ആളുകൾ ഇങ്ങനത്തെ ചാനലുകളിൽ കയറിയിട്ട് ആൾക്കാർ ഇത് കാണുന്നു എന്നുള്ളതും, അത് എത്ര ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലത്തിന് വിഡ്ഢിയാക്കി വെക്കാൻ പറ്റും എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്.